കേക്കാമോ? പറഞ്ഞു പറഞ്ഞു. കേക്കാം കേക്കാം. ആ ആ. അല്ല ആരും ഇപ്പൊ വെയിറ്റിംഗിലില്ലല്ലോ കേറാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സിറ്റ് ആവാം. ഇല്ല ഇല്ല ഇല്ല, തിരുമേനി പാടിക്കോ. ഇനിയും കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ പിന്നെ പാടാന്ന് പറയുന്നുണ്ട്. തിരുമേനി അതോ വേർത്തിട്ട. അല്ല, അതൊന്നും കുഴപ്പമില്ല. എന്താന്നാ, ഞാൻ വേർത്തു, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. എനിക്ക് 4:45 അമ്പലത്തിൽ പോണം. അതുവരെ പാടാതായാലും. ആണോ? ഉം. ഓ, അതുവരെ സമയമുണ്ടോ 4:45 പാടാൻ? അതുവരെ സമയമുണ്ടോന്ന്? ഞാൻ 5:30 വരെയൊക്കെ ഇടും. പാടിക്കോ? ഞാനൊരു 3-4 പാട്ടോടെ പാടാം, എന്നിട്ട് ഇറങ്ങിക്കോളാം. ഓക്കെ ഓക്കെ തിരുമേനി. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ, കുളിക്കാൻ പനി നീർച്ചോല, കൂന്തൽ മിനുക്കാൻ ഞാറ്റുവേല, കൂന്തൽ മിനുക്കാൻ ഞാറ്റുവേല. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ, കുളിക്കാൻ പനി നീർച്ചോല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല. ആരാണ്ടൊക്കെ ലൈക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി, സൂപ്പർ. ലൈക്ക് അല്ല, ഹാർട്ട് അടിക്കുന്നു. ഹാർട്ട്. ഹാർട്ട് ഹാർട്ട്, അത് തന്നെ. അത് തിരുമേനിയുടെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട്. താങ്ക് യു താങ്ക് യു. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. തിരുമേനി സൂപ്പർ എന്ന് പറയുന്നുണ്ട്. തിരുമേനി ചായ കുടിച്ചോ, റെസ്റ്റ് എടുത്ത് പാടിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഞാൻ മിഥുൻ മെസ്സേജ് വായിക്കണോ? സ്നേഹം. ഞാൻ മെസ്സേജ് വായിക്കണമെന്ന് ആരാണ്ട് പറയണ്ട. ആരാ പറയണ? വാസു. പിന്നെ തിരുമേനി ഒന്ന് വായിച്ച് കേക്കട്ടെ. ഞാൻ കേട്ടില്ല. തിരുമേനി ഒന്ന് വായിച്ച്. ഞാൻ വായിക്കാം. ഇനിയും കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, പിന്നെ പാടാം. വടുതല വത്സല പറയുന്നു, ഇവിടെ എടുത്തോ, ഇവിടെ എടുത്തോ, ഞങ്ങൾക്കും വേണം, ഞങ്ങളുടെ മുത്താണ് തിരുമേനി. പിന്നെ ആരും കേറില്ല വേറെ തിരുമേനി, ധൈര്യമായിട്ട് പാടിക്കൊന്നാ പറയണേ. അതാരാ? വാസു അല്ല, വിനോദേട്ടനാണോ പറയണത്? മിഥുന. മിഥുൻ. എന്റെ ചങ്കല്ലേ, പൊന്നല്ലേ, പൊന്നിൻ കുടമല്ലേ, പൊന്നിൻ എന്റെ മേഘ, പിണങ്ങല്ലേ മേഘ. മേഘയോട് പറഞ്ഞാട്ടോ അത്. കുറച്ച് മെസ്സേജ് വായിച്ചോ തിരുമേനി? വായിക്കാൻ മാഷേ. വാസു. അടിയൻ ഉത്തരവ്. അടിയൻ. ആണോ? ഓക്കെ, പാടിക്കോ. ഓക്കെ 4:45 വരെ പാടാൻ പറ്റുമോ? എന്നാ പാടിക്കോന്നാ പറഞ്ഞത്. ആണോ? ഓക്കെ, പാടിക്കോന്ന്. തിരുമേനി ചായ കുടിച്ചോ, റെസ്റ്റ് എടുത്ത് പാടിയാൽ മതി. അതിലൊന്നും വലിയ കാര്യമില്ല, നോ പ്രോബ്ലം. തിരുമേനി സൂപ്പർ. വടുതല വത്സല പറയുന്നു, തിരുമേനിക്ക് ഞാൻ ഗിഫ്റ്റ് അയക്കുന്നുണ്ട്. ഇത് പറയാൻ തുടങ്ങിയിട്ട് വർഷം 3 ഇതുവരെ അയച്ചില്ല. തിരുമേനി ഇത്രയും നന്നായി പാടുന്നതിന്. രേഖ വടു പറയുന്നുണ്ട്. അതാരാ? വാസ് അല്ല, മിഥുന പറയണേ. പിന്നെ പറയുന്നത് മേഘ കൊച്ചെ വന്നില്ലെങ്കിൽ എറിഞ്ഞു വീഴ്ത്തും ഞാൻ, ലൈക്ക് വേണേൽ വാ ഇവിടെ എന്ന് പറയണേ. വടുതല വത്സല പറയുന്നു, തിരുമേനി അവിടെയും വരണേ, തിരുമേനി അവിടെയും വരണേ എന്നാ പറയണേ. അപ്പോ അടുത്ത തിരുമേനി ഞങ്ങൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയതാണ്. അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ തിരുമേനിയുടെ അടുത്ത പാട്ട് ഇതാ നിങ്ങൾക്ക് വേണ്ടി. തിരുമേനി പാടും. അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ, അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ, അംഗചമയത്തിൽ അണിയാൻ എനിക്കൊരു ദൂരമുണ്ടോ സിന്ദൂരം, അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ, അംഗചമയത്തിൽ അണിയാൻ എനിക്കൊരു സിന്ദൂരമുണ്ടോ സിന്ദൂരം, അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ. അടിപൊളി. മിഥുൻ തിരുമേനിയെ പൊക്കിക്കൊണ്ട് വരണേ എന്നാ പറയണത്. തിരുമേനി മറ്റേ ഈ പാട്ട് പാടുവോ? ഒരു പാട്ട്. നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം, ഒരു നേരമെങ്കിലും